ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ അരിത്മാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബിഗിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് അരിത്മാറ്റിക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ള സംഗതിയാണ് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഇന്നത്തെ ഈ ക്ലാസ്സിൽ. നമ്മൾ നമ്പർ ഓഫ് സീറോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ്, ലൈക്ക് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. 1 × 2 × 3 എക്സെട്ര ഇൻറ്റു എന്താണ് 98 നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താണ് ഈ ഒരു അരിത്മാറ്റിക് ഓപ്പറേഷൻ്റെ എൻ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര സീറോസ് ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷകളിൽ നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആ സീറോസ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ആ സീറോസിൻ്റെ ബേസിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗിൻ ചെയ്യാം. നോക്കിക്കേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സീറോസ് എങ്ങനെയാണ് വരുന്നത്, ഒരു എന്താ പറയുക മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നടത്തുമ്പോഴത്തേനും എങ്ങനെയാണ് സീറോസ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യം എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷനിൽ സീറോസ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് 10ന്റെ പ്രസൻസ് ആണ്, അല്ലേ? നോക്കി, ഇപ്പോൾ നമുക്കറിയാം 1 × 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10. സോ ഇതിൻ്റെ പ്രോഡക്റ്റിൽ എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോ ഉണ്ട്. അതുകൂട്ട് 2 × 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ 20 എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? 10 ആണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിനകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, 10 ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സീറോ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. 10 രണ്ട് പ്രാവശ്യം ഉണ്ടെങ്കിൽ എത്ര സീറോസ് ഉണ്ടാവും? 2 സീറോസ് ഉണ്ടാവും. ഓക്കെ, അതുകൂട്ട് 10 എന്താണ്? 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? 10 × 10 × 10 എത്രയാണ്? നമുക്ക് എന്തുണ്ടാവും? 3 സീറോസ് ഉണ്ടാവും, അല്ലെ? അപ്പോൾ 10 ആണ് എന്ത് ചെയ്യുന്നത്, സീറോസ് ഒരു പ്രോഡക്റ്റിനകത്ത് വരുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന്. അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു എന്താണ് ഇക്വേഷനകത്ത് എത്ര 10 ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും അതിനകത്ത് എത്ര സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു. നോക്കിക്കേ, ഇനി നമുക്ക് അറിയാം 10 എന്ന് പറഞ്ഞാൽ എന്താണ്. ആക്ച്വലി രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് 10 എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം 10 എന്ന് പറയുന്നത് എന്താണ്? 5 × 2 ആണ് എന്തെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് തരുന്ന ആ ഒരു ഇക്വേഷനിൽ 5ഉം 2ഉം കൂടെ ചേർന്നാലും എന്താവും? 10 കിട്ടും. അപ്പോൾ നമുക്കറിയാം 10 ആണ് സീറോസ് മേക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ നമുക്കൊരു സാധനം തരുവാണ്. 1 × 2 × 5 × 3 എന്നൊരു ഇക്വേഷനാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചാണ് നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്? 10 ഉണ്ടോ? ഇല്ല, അല്ലേ? 10 ഇവിടെ ഇല്ല. പക്ഷെ എന്തുണ്ട്? 10 എന്ന് പറഞ്ഞ നമ്പർ ഫോം ആവുന്ന എന്തുണ്ട്? ഒരു പെയർ ഇവിടെ അവൈലബിൾ ആണ്, അല്ലേ? 2 × 5 ആണ് 10. അപ്പോൾ നമുക്ക് എത്ര സീറോസ് കാണും? ഈ പ്രോഡക്റ്റിനകത്ത് ഒരു സീറോ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുകൂടി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നോക്കിക്കേ, 2 × 5 × 3 × then 2 × 5 × then 7 × 9 × 11. ഇതിനകത്ത് നമുക്ക് എത്ര സീറോസ് ഉണ്ട് നമ്മോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? അതിനകത്ത് 10 ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ്? 10 അവിടെ വിസിബിൾ അല്ല. പക്ഷേ 10 എവിടെയുണ്ട്? ഈ 2 × 5-നകത്തും ഈ 2 × 5-നകത്തും ഉണ്ട്, അല്ലേ? ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിന് എത്ര കിട്ടും? നമുക്ക് 2 സീറോസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? പറഞ്ഞാട്ടെ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും ഒരു
സീരീസ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ മൾട്ടിപ്ലിക്കേഷൻ്റെ സീരീസ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എത്ര 10 ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 10 നമുക്ക് അവിടെ വിസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ 2-ൻ്റെയും 5-ൻ്റെയും പെയേഴ്സ് എത്രയുണ്ടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നോക്കിക്കേ, ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും. നോക്കിക്കേ, 3 ഇൻറ്റു 2 ഇൻറ്റു 7 ഇൻറ്റു 9 ഇൻറ്റു 11 ഇൻറ്റു 5 ഇൻറ്റു then 4 into 25 into 6. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എൻ പ്രോഡക്റ്റിൽ എത്ര സീറോസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ നോക്കി 10-ൻ്റെ വല്ല സംഗതികളും ഉണ്ടോ, ഇല്ല. 10 ഉണ്ടോ, ഇതിനകത്ത് നമുക്ക് 10 വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5-ൻ്റെയും 2-ൻ്റെയും പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. നോക്കിക്കേ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 2-ഉം 5-ഉം മാറ്റി എഴുതി. ഇനി നോക്കിക്കേ, ഇവിടെ 4 ഉണ്ട് അല്ലേ. 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, 2 എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഉണ്ട് എന്ന് നമുക്കറിയാം. ദെൻ 5 എന്ന് പറഞ്ഞാൽ എന്താ, 25 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 അവിടെ എത്ര ഉണ്ട്, 2 പ്രാവശ്യം ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേന് ഇവിടെ 2 എത്ര ഉണ്ട്, 1 2 3 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 2⁻³ എന്ന് നമുക്ക് എഴുതാം. കുഴപ്പമുണ്ടോ, 3 2 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2⁻³ എന്ന് നമ്മൾ എഴുതി. ദെൻ എത്ര 5 ഉണ്ട്, 1 2 3 5 ഉണ്ട്. അവിടെ 5 എത്ര ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 2 3 പ്രാവശ്യം ഉണ്ട്, 5 3 പ്രാവശ്യം ഉണ്ട്. സോ 10 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഫോം ആവാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ എത്രയാണ് ഉള്ളത്, 3 ആണുള്ളത് അല്ലേ. കാര്യം ഈ 2 പ്രാവശ്യം, 2 എന്ന് പറയുന്ന 3 പ്രാവശ്യം വരുന്നുണ്ട്, അപ്പോൾ 5 എന്ന് പറയുന്ന 3 പ്രാവശ്യം വരുന്നുണ്ട്. നമുക്കറിയാം ഒരു 10 മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് മതി, ഒരു 2-ഉം ഒരു 5-ഉം മതി. അപ്പോൾ ഇവിടെ എന്തുണ്ട്, 3 2-ഉം 3 5-ഉം ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തുണ്ടായിരിക്കും, 3 സീറോസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ, മനസ്സിലായോ, ഇപ്പോൾ ലോജിക്ക് പിടി കിട്ടിയോ, കത്തിയോ? അപ്പം ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്ര സീറോസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, 10 എത്ര ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇനി 10 നമുക്ക് വിസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്, 10 എന്ന് പറയുന്ന നമ്പർ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പർ 2-ൻ്റെയും 5-ൻ്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീരീസിൽ 2-ഉം 5-ഉം എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് മനസ്സിലാവും, 10 എത്രയുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 10 എത്രയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എത്ര സീറോസ് ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ചില സീരീസുകളിൽ ഈ പറയുന്ന കൂട്ടി 2-ഉം 5-ഉം പലയിടത്ത് പല നമ്പേഴ്സിൽ എന്തായിരിക്കും, ഹിഡൻ ആയിട്ട് കിടക്കുമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് 4 എന്ന് പറഞ്ഞ നമ്പർ അത് എന്തുണ്ട്, 2 ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അത് നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 എത്ര എണ്ണം ഉണ്ട് എന്ന് ടോട്ടൽ സീരീസിൽ നമ്മൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് 5 എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്താണ്, എത്ര 10 എന്ന് പറഞ്ഞ പെയർ പോസിബിൾ ആണ് എന്ന് നമ്മൾ നോക്കും. അത് എത്ര പോസിബിൾ ആണോ അത്രയും തന്നെ സീറോസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ, പക്കാ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്നു 2-ൻ്റെ 5 പെയറുണ്ട്, 5-ൻ്റെ 2 5 പ്രാവശ്യമുണ്ട്, 5 3 പ്രാവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു സീരീസിന് എത്ര സീറോസ് കാണും, എത്ര സീറോസ് കാണും? നമുക്കറിയാം 10 ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ 10 നമുക്ക് വിസിബിൾ അല്ലെങ്കിൽ 2-ഉം 5-ഉം ആണ് എന്തെന്ന് പറയുന്നത്, ഘടകം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ 5 എത്ര പ്രാവശ്യമുണ്ട്, 3 പ്രാവശ്യം 5 ഉണ്ട്. 2-ഓ 5 പ്രാവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ 5 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ 2-ഉം 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് കിട്ടും, 3 പെയർ ഓഫ് എന്ത് കിട്ടും, 10 കിട്ടും. അപ്പോൾ 3 പെയർ ഓഫ് 10 ഉണ്ടെന്നുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 3 സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2⁻5-നകത്ത് നമുക്ക് എന്തേ ആവശ്യമുള്ളൂ, 2⁻3 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി 2² നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന 2² എന്ന് പറയുന്നത് സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു ഘടകമാണ്. അപ്പോൾ 5 3 പ്രാവശ്യമുണ്ട്. ദെൻ 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് മതി, 3 പ്രാവശ്യം മതി. അപ്പോൾ അതുകൊണ്ട് 3 0 നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പ്രോഡക്റ്റിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു ടെക്നിക്ക് പിടികിട്ടി കാണും. നോക്കിക്കേ, ഇവിടെ 2⁻5 ഉണ്ട്, 5⁻3 ഉണ്ട്. അപ്പോൾ പവർ ഏതാണോ കുറഞ്ഞത് അത്രയും പേയേഴ്സ് ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 5-ൻ്റെ പവർ 3-ഉം 2-ൻ്റെ പവർ 5-ഉം ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം കിട്ടുന്ന എത്ര ആയിരിക്കും, 3 പേയേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവും, 3 സീറോസ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഔട്ടിൽ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ നോക്കിക്കേ, 2⁻6 ഉണ്ട്, 5⁻10 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 2-ഉം 5-ഉം ഉണ്ട് ഇവിടെ. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് കിട്ടും, 10 കിട്ടും എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ നോക്കേണ്ടത് അങ്ങനെയുള്ള എത്ര പേയേഴ്സ് പോസിബിൾ ആണ് എന്ന് നമ്മൾ നോക്കണം. നോക്കിക്കേ, 2 6 ഉണ്ട്, 5 10 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും മിനിമം ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. മിനിമം എത്രയാണ്, 6 ആണ്
അല്ലേ? 6ഉം 10ഉം നോക്കുമ്പോഴത്തേനും 6 ആണ് എന്തെന്ന് പറയുന്നത് മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? 5 എന്ന് പറഞ്ഞ നമ്പർ ആ ഒരു സീരീസിൽ എന്തായിരിക്കും 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും എന്തായിരിക്കും കൂടുതലുള്ള സംഗതിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും കുറവ് ഏതാണോ ഉള്ളത്, അല്ലെങ്കിൽ ആ സീരീസിൽ ഏറ്റവും കുറവ് പ്രസൻസ് ഉള്ള നമ്പർ ഏതാണോ അതിനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ 6 ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അതിന് എന്ത് മനസ്സിലാവും? 6 സീറോസ് ആയിരിക്കും എവിടെ ഉള്ളത്? ഈ ഒരു സീരീസിനകത്ത് ഉള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമുക്കൊരു സീരീസ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് 10 ഡയറക്റ്റ് ആയിട്ട് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ എത്ര ടെൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത്രയും തന്നെ സീറോസ് എവിടെ ഉണ്ടായിരിക്കും? അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? 10 നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. കാര്യം നമുക്കറിയാം 10 എന്ന് പറയുന്നത് 5ൻ്റെയും 2ൻ്റെയും പ്രോഡക്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എത്ര 5 2 പെയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എത്ര പെയേഴ്സ് ഉണ്ടോ അത്രയും തന്നെ 10 ഉണ്ടാവും. അപ്പോൾ അത്രയും തന്നെ എന്തുണ്ടാവും? സീറോസും ഉണ്ടാവും. അപ്പോൾ എത്ര പെയർ ഉണ്ടോ അത്രയും തന്നെ സീറോസ് ഉണ്ടാവും. അതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് 2ഉം 5ഉം കാണും അല്ലേ? അതിൽ ഏതാണോ ഏറ്റവും കുറച്ചുള്ളത് അത്രയും ആയിരിക്കും എന്തെന്ന് പറയുന്നത് പെയർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 6 ടൈംസ് ഉണ്ട്, 5 10 ടൈംസ് ഉണ്ട്. അപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റും എത്രയേ ഉള്ളൂ? 6 മാത്രമേ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 സീറോസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പക്ക ഓക്കെ? പക്ക പക്ക സെറ്റാണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഞാനത് ജസ്റ്റ് ബേസിക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് എന്താ ഇൻട്രൊഡക്ഷൻ ആണ്, വളരെ ഫണ്ടമെൻ്റൽ ആണ്. കൃത്യമായിട്ട് ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വരുന്ന ഏത് പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ടൈപ്പ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഹൗ മെനി സീറോസ് ആണ്? ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 1 × 2 × 3 × എക്സെട്ര × 79 അല്ലേ? നേരത്തെ നമുക്ക് ഈ പറയുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം എന്തായിരുന്നു? റെസ്ട്രിക്റ്റഡ് ലിമിറ്റഡ് ആയിരുന്നു അല്ലേ? കാര്യം നമുക്ക് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ നമ്പേഴ്സ് പറയുമ്പോൾ എന്താണ്? ഇത്രയും നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? പേയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്? ഈ 1 2 3 × 4 × 5 × 6 × 7 അങ്ങനെ എഴുതി 79 വരെ പോയി ഓരോ പേരും ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്ന കാര്യം എന്താണ്? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ? ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ? നമുക്കറിയാവുന്ന കാര്യം എന്താണ്? 2സും 5സും ആണ് എന്ത് ചെയ്യുന്നത്? 10 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര 10 ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയൊരു ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഡയറക്റ്റ് ഞാൻ ടെക്നിക്കിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ലാസ്റ്റിലെ നമ്പർ എടുക്കുക. എത്രയാണ്? 79. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. 5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു പ്രാവശ്യം 5 അല്ലേ? ബാക്കി 29 ആണ് അല്ലേ? 29 ആകുമ്പോൾ എത്ര കിട്ടും? 5 പ്രാവശ്യം 5 എത്രയാണ്? 25. അപ്പോൾ ശിഷ്ടം വരും. അപ്പോൾ നമ്മുടെ ശിഷ്ടം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കിട്ടിയത് എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് അങ്ങോട്ട് എഴുതുക. 15 പ്ലസ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 15നെ എടുത്ത് ഇങ്ങോട്ട് എഴുതുക. എഗെയിൻ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഭാഗിക്കുക. 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ആ 3 എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എഴുതുക. ഇനി നോക്കിക്കേ, 3നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? പരിപാടി അങ്ങ് നിർത്തുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 + 3 എത്രയാണ്? 18 എന്ന് നമുക്ക് കിട്ടും. സോ എത്ര സീറോസ് ഉണ്ടാവും? 18 സീറോസ് ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്? ഇതിൻ്റെ പ്രോഡക്റ്റിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഷോർട്ട് കട്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലാസ്റ്റ് കിടക്കുന്ന നമ്പറിനെ എടുക്കുക, 79. അതിനെ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 നമുക്ക് കിട്ടി. ദെൻ ഈ 15 എന്ത് ചെയ്യുന്നു? എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ആ 3 നമ്മൾ എടുത്തു. ഇനി 3നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫർദർ ആയിട്ട് നമുക്ക് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊസീജിയർ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? 15 + 3 18 എന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ എഴുതി വെക്കുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തെന്നുള്ള കാര്യമാണ് ഞാൻ അടുത്തയായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സീരീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന നമ്പർ ഏതാണ്?
ടു ആണ് വരുന്നത് അല്ലേ. കാര്യം 4-നകത്ത് 2 വരും, 6-നകത്ത് 2 വരും, 8-നകത്ത് 2 വരും, 10-നകത്ത് 2 വരും, 12-നകത്ത് 2 വരും. അങ്ങനെ ഓരോ ഇടവിട്ടുള്ള നമ്പറിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ 78 വരെയുള്ള നമ്പർ വരെ എന്ത് ചെയ്യും, 2 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നമുക്കറിയാം 10 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2ഉം 5ഉം ആണ്. അപ്പോൾ ഇതിൽ 2വിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് 5 കൊണ്ട് ഡിവൈഡ് ആവുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പരിപാടി അല്ലേ. എത്ര 5 വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര 5 വരും എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും വലിയ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിന് കിട്ടുന്ന ക്വസ്റ്റ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിന് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിവിസിബിലിറ്റി പറ്റുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര 5കൾ ആ ഒരു സീരീസിലുണ്ട് എന്നുള്ള സംഗതി നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും, ഇതിനകത്ത് 18 5 ആണ് ടോട്ടലി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. 5 എത്ര പ്രാവശ്യമുണ്ട്, 18 പ്രാവശ്യമുണ്ട്. 2 എത്രയാണ്, ഉറപ്പായിട്ടും എന്തായിരിക്കും, 18 കൂടുതലായിരിക്കും ഉള്ളത്. കാര്യം ഇതെന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. അതുകൂടാതെ ഓരോ നമ്പർ ഇടപെട്ടും എന്ത് ചെയ്യുന്നു, 2ന്റെ പ്രസൻസ് ഉണ്ട്. കാര്യം 4-നകത്ത് 2 ഉണ്ട്, 6-നകത്ത് 2 ഉണ്ട്, 8-നകത്ത് 2 ഉണ്ട്, എല്ലാത്തിനകത്ത് 2 ഉണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് മനസ്സിലാവും, 2 എന്ന് പറയുന്നത് 5-നെക്കാട്ടിലും കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ 5 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും, 18 5s ഉണ്ടെന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് 2ൻ്റെയും 5ൻ്റെയും 18 പെയർസ് പോസിബിൾ ആണെന്നും, അപ്പോൾ 18 പെയർസ് ഉണ്ടെങ്കിൽ 18 ടൈംസ് 10 വരുമെന്നും, അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര സീറോസ് കിട്ടും, എൻ പ്രോഡക്റ്റിൽ 18 സീറോസ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള സംഗതി നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണോ, ക്ലിയർ ആണോ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഒന്നുകൂടെ ഞാൻ പറയാം, ടെക്നിക്ക് എന്നുള്ള പറയാം, ഇത്രയേ ഉള്ളൂ. ഈ ലാസ്റ്റ് കിടക്കുന്ന നമ്പറിനെ അങ്ങോട്ട് എടുക്കുക, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ വരുന്നത് അതെന്ത് ചെയ്യുക, താഴേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ കിട്ടിയതിനെ എന്ത് ചെയ്യുക, എഗെയിൻ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കിട്ടി, ആ 3നെയും ഇങ്ങോട്ട് എഴുതി. ഇനി നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവിഷൻ പോസിബിൾ അല്ല. കാര്യം എന്താണ്, 3നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ആകെ നമുക്ക് എത്ര കിട്ടും, 18 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ, പക്ക ഓക്കെ, സെറ്റ് ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വേഗം ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 2 പെട്ടെന്ന് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ 45 സെക്കൻഡ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പടാന്ന് എന്ത് ചെയ്യുക. How many zeros will be there in 1 into 2 into 3 into etc into 100? വേഗം ചെയ്യാം, 45 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, എല്ലാവരും ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി കാണും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും വലുത് കണ്ടിന്യൂസ് ആണ്, 1 into 2 into 3 into etc into 100 എന്ന് പറഞ്ഞാൽ പോകുന്നത് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, അല്ല ഏറ്റവും വലിയ നമ്പർ 100 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടൂടെ, 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 20 എന്ന് കിട്ടും. ആ 20 നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ 20നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർദർ ആയിട്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 എന്ന് നമുക്ക് കിട്ടും. സോ ഈ 20യുടെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്തു. ദെൻ ഈ 4നെ നമ്മൾ 5 കൊണ്ട് പിന്നെ ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ പോസിബിൾ ആണോ, ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 + 4 24. സോ ഉറപ്പായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര സീറോസ് കാണും, 24 സീറോസ് ആയിരിക്കും ഇതിൻ്റെ പ്രോഡക്റ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്, മനസ്സിലായോ. ഇത്രയേ ഉള്ളൂ. ആദ്യമേ എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന സീരീസിലെ ഏറ്റവും വലിയ നമ്പർ നമ്മൾ എടുക്കുന്നു, അതിനെ 5 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ എന്താണോ ഉത്തരം കിട്ടുന്നത്, അവിടെ നമ്മൾ റിമൈൻഡറിനെ കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. എന്താണോ ഉത്തരം കിട്ടുന്നത് ആ ഉത്തരം എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് എഴുതുക. അതിനുശേഷം ആ ഉത്തരത്തെ എന്ത് ചെയ്യുക, എഗെയിൻ എന്ത് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4 കിട്ടി. ഈ 4 എന്ന് പറയുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ വരെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ 20 + 4 നമുക്ക് എത്ര കിട്ടും, 24 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ, ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 3. ഇത് എല്ലാവരും എന്ത് ചെയ്യുക, പട ചെയ്യുക. ഓക്കെ, ദേ വരുന്നു നിങ്ങളുടെ ടൈമർ.
ഹൗ മെനി സീറോസ് ആണേ? വേഗം ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കേ, എന്താ ചെയ്യേണ്ടത്? പരിപാടി മനസ്സിലായല്ലോ. എന്താണ്? ആദ്യമേ ഈ 2000 അല്ലേ, ഈ 2000 നമ്മൾ 4 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 500 എന്ന് കിട്ടും. ആ 500 നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഈ 500 നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ 4 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു പ്രാവശ്യം 4, ബാക്കി ഒന്ന് 10 അല്ലെ, 10 ആകുമ്പോൾ എത്ര കിട്ടും? 120 എന്ന് കിട്ടും അല്ലേ. ദെൻ എഗെയിൻ 5 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 2 10 24 എന്ന് കിട്ടും അല്ലേ. എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 4 5 20 അല്ലേ. അപ്പം ഞാൻ നേരത്തെ എന്ത് ചെയ്തു? ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് എഴുതി അല്ലേ. ഈ ചോദ്യം നമ്പർ 3ലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ആ ഒരു സ്റ്റെപ്പ് മൈൻഡിൽ അങ്ങ് ചെയ്തു. എന്നിട്ട് എന്താണോ ക്വസ്റ്റ്യൻ വരുന്നത് അത് കൂട്ട് എഴുതി. അതായത് 2000-നെ നമുക്കറിയാം 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 500 കിട്ടുമെന്നറിയാം. ആ 500 ഞാൻ ഓൾറെഡി എഴുതി. ഈ 500-നെ എഗെയിൻ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? ഒരു 4 4 അല്ലേ. ബാക്കി എത്ര ഉണ്ട്? 20 ആണുള്ളത്. ഓക്കെ, അപ്പോൾ സോറി, ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഓക്കെ, 500 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 125 ആണ് കിട്ടുന്നത് അല്ലേ. 125 അല്ലേ. ഒരു പ്രാവശ്യം 4 1 10 4 2 20, അപ്പം 4 5 20 125 കിട്ടും. ഓക്കെ, ഒരു 4 4, ബാക്കി എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പം 4 2 8 20 4 5 20. ഓക്കെ, 125 കിട്ടി. ഇനി ഈ 125-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര? സോറി. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. വെരി സോറി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 2000-നെ നമ്മൾ 5 കൊണ്ട് ഭാഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടും. സോ 400 ഞാൻ എഴുതി. ഓക്കെ, ഇനി 400-നെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. സോ ഞാൻ ആ 80 എഴുതി അല്ലേ. ദെൻ എന്ത് ചെയ്യുന്നു? 80-നെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് നമുക്ക് കിട്ടും. സോ 16 എഴുതി. 16-നെ നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. സോ 3 ആയി. അപ്പോൾ നമുക്ക് എത്ര ആയി? 480 പ്ലസ് 16 പ്ലസ് 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 എത്ര കിട്ടും? നമുക്ക് 499 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 2000-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടും. 400-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. ദെൻ 80-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. 16-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 5 3 പ്രാവശ്യമാണ്. അപ്പോൾ 3 കിട്ടി. സോ എല്ലാവരുടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 480 16 496 അല്ലേ. 496 പ്ലസ് 3 499 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ അറിയാതെ എന്ത് ചെയ്തു? 4 കൊണ്ട് ഫസ്റ്റ് ആ 4-ന്റെ ഒരു ഡിവിസിബിലിറ്റി വന്നതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ 5 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. 1 മോർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതോടെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഈ ഒരു മെത്തേഡ് സെറ്റ് ആവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 വേഗം ചെയ്യാം. How many zeros ഉണ്ട് ഇവിടെ? How many zeros will be there in 1 into 2 into 3 into etc. into 87? ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 87-നെ നമ്മൾ എന്ത് ചെയ്യും? 87-നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 87-ൽ ഒരു പ്രാവശ്യം 5 പോകും അല്ലേ. അപ്പോൾ 5 ആകുമ്പോഴത്തേനും ബാക്കി എത്ര ഉണ്ട്? 37 ഉണ്ട്. ഒരു പ്രാവശ്യം 5 ആകുമ്പോൾ 8-നകത്ത് ബാക്കി 3 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? ബാക്കി നമുക്ക് 37 കിട്ടും. 37 ആകുമ്പോൾ എത്രയാണ്? 7 into 5 ആണ് 35. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 17 എന്ന് കിട്ടി അല്ലേ.
ദെൻ ഈ 70നെ നമ്മൾ അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 ടൈംസ് കിട്ടും അല്ലേ? ആ 3 നമുക്ക് എഴുതി. 3നെ നമുക്ക് ഫർദറായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? 3നെ നമുക്ക് ഫർദറായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് ടോട്ടലി എത്ര കിട്ടും? 20 സീറോസ് ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പക്ക ഓക്കെ. അപ്പോൾ ഇതോടെ നമ്മുടെ എന്ത് തീർന്നു? ടൈപ്പ് 1 തീർന്നു. അപ്പോൾ ടൈപ്പ് 1ന്റെ പ്രത്യേകത എന്താണ്? കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര ടൂസിൻ്റെ പെയറുണ്ട്, എത്ര ഫൈവ്സിൻ്റെ പെയറുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 2ൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5ൻ്റെ എണ്ണത്തെക്കാട്ടിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ എന്ത് 5 വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് കിടക്കുന്ന നമ്പറെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു കൺസിക്യൂട്ടീവ് ഡിവിഷൻ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് എന്താണോ കോഷ്യന്റ് കിട്ടിയത് ആ കോഷ്യന്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈപ്പ് 1 പക്ക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് 2ലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ടൈപ്പ് 2 നോക്കിക്കേ. ടൈപ്പ് 2 ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി സീറോസ്? ഓക്കെ, എല്ലായിടത്തും ഒരു സീറോസ് മിസ്സിംഗ് ആണ്. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 2 into 4 into 6 into 8 into 100? ഓക്കെ, ഈ ഒരു സീരീസിനകത്ത് എത്ര സീറോസ് വരും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ആയിരുന്നെങ്കിൽ അല്ലേ 1 into 2 into 3 into എക്സെട്ര into 87 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ആണെങ്കിൽ നമുക്ക് അറിയായിരുന്നു എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ലാസ്റ്റ് നമ്പറിനെ എടുത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൻ്റെ കോഷ്യന്റ് കിട്ടുന്നു, അതിനെ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 5ൻ്റെ ഡിവിഷൻ എവിടെ വരെ പോസിബിൾ ആണോ അതുവരെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. എൻ്റെ കോഷ്യൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണ്? ടൈപ്പ് 2ലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ആണ്. പക്ഷേ 1 into 2 into അങ്ങനെയല്ല പോകുന്നത്. പകരം എന്താണ്? ഒരു ഈവൻ നമ്പേഴ്സിന്റെ സീരീസ് ആണ് നമുക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആണ് പരിപാടി. എന്ത് ചെയ്യുക? നമുക്കറിയാം ഈ നമ്പർ എല്ലായിടത്തും എന്തുണ്ട്? 2 എന്ന് പറഞ്ഞ നമ്പർ കോമൺ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 2നെ എല്ലായിടത്തു നിന്നും പുറത്തെടുക്കുന്നു. അപ്പോൾ 2നെ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ 2നെ നമ്മൾ പുറത്തെടുത്താൽ എന്ത് സംഭവിക്കും? ഈ 2ന് പകരം 1 വരും അല്ലേ? ഈ 4ന് പകരം 2 വരും. കാര്യം ഓൾറെഡി അവിടെ നിന്ന് 2 നമ്മൾ വെളിയെടുത്തേക്കുവാണ് അല്ലേ? ഈ 6ന് പകരം നമുക്ക് എന്ത് വരും? 3 വരും. ഈ 8ന് പകരം നമുക്ക് എന്ത് വരും? 4 വരും. അങ്ങനെ എല്ലായിടത്തും എക്സെട്ര വരും. അവസാനം 100ന് പകരം നമുക്ക് എന്ത് വരും? 50 എന്ന് വരും. വരത്തില്ല? 2 വെളിയെടുത്ത് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? ഈ പറഞ്ഞ സാധനം 2 വെളിയിൽ വരും. ദെൻ 1 into 2 into 3 into 4 into എക്സെട്ര into 50 എന്ന് കിട്ടും അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 എത്ര പ്രാവശ്യം നമ്മൾ വെളിയിലെടുക്കണം? 50 പ്രാവശ്യം നമ്മൾ വെളിയിലെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2⁻50 എന്ന് ഇവിടെ കിട്ടും. കാരണം 2⁻50 വെളിയിലെടുത്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? 2⁻50 into 1 into 2 into 3 into 4 into എക്സെട്ര into 50 എന്ന് കിട്ടത്തുള്ളൂ. കാര്യം എന്താ? നമ്മൾ ഈ 2⁻50യിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ 2⁻50യിൽ നിന്നും നമ്മളൊരു 2 കൊടുത്താൽ ഇവിടെ എന്താവും? സെയിം 2 ആവും. ദെൻ ഇവിടുന്ന് അപ്പോൾ 2⁻49 ആവും അല്ലേ? ദെൻ 2⁻48 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു 2 ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ 4 ആവും അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തെടുക്കുന്നത് 2സിനെ. അപ്പോൾ 2നെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്താവും? 1 into 2 into 3 into 4 into എക്സെട്ര into 50 വരാവും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 50 2s ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ 2⁻50 എന്ന് നമ്മൾ എഴുതും. നോക്കിക്കേ, ഈ 2⁻50 എന്ന് പറയുന്നതിന് സീറോ മേക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. കാര്യം എന്താ? 2 50 പ്രാവശ്യം ഉണ്ട്. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 2⁻50ക്കകത്ത് 2⁻50 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിന് സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാര്യം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇഷ്ടം പോലെ 2s ഉണ്ട്. അത് 2⁻50 ടൈംസ് 2 എന്താണ്? ഇതിൽ കിടക്കുന്ന 2 അല്ലാതെ അത്രയും പ്രാവശ്യം എന്തുണ്ട്? 2 എക്സ്ട്രാ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സീറോസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തിൻ്റെ കാര്യമില്ല? ഈ 2⁻50നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? 1 into 2 into 3 into 4 into എക്സെട്ര into 50ക്കകത്ത് എത്ര 5 ഉണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാര്യം ഇനി നമ്മൾ 5 മാത്രം നോക്കിയാൽ മതി. കാര്യം എന്താ? 2 ഇവിടെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറേ അല്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത കൂട്ട് 15നെ നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടി. സോ 10 എഴുതി. 10നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇനി 2നെ ഫർദറായിട്ട് പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. സോ 10 + 2 നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അതായത് 12 സീറോസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടെ ഞാൻ പറയാം. ഇത്രയും നമ്മൾ ചെയ്തോളൂ. എന്ത് ചെയ്തു? 2നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മളങ്ങ് പുറത്തെടുത്തു. അപ്പോൾ 2നെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ 1 into 2 into 3 into 4 into എക്സെട്ര into 50 എന്ന് കിട്ടും അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 250 ടൈംസ് നമ്മൾ പുറത്തെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഇവിടെ 2ൻ്റെ ഒരു പരിപാടികളും ആവശ്യമില്ല. കാര്യം 2 ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 2⁻5നെ നമ്മൾ മെല്ലെ അങ്ങ് ഒഴിവാക്കി. ഇനി ബാക്കി നമുക്ക് ഇതെന്താണ്?
നമുക്ക് അറിയാവുന്ന സീരീസ് ആണ്. നേരത്തെ കൂട്ട് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 50 എന്ന് വന്നു അല്ലെ. നേരത്തെ നമ്മൾ ഈ ഒരു ടൈപ്പ് 1 പഠിച്ച സീരീസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് ഈ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ലാർജസ്റ്റ് നമ്പറിനെ 5 കൊണ്ട് കൺസിക്യൂട്ടീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ കോഷ്യൻ്റ് എപ്പോഴാണോ 5 കൊണ്ട് ഡിവൈഡ് ആവാത്തത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ആ കോഷ്യൻസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് 50 എടുക്കുന്നു, 50 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്ര കിട്ടും, 10 എന്ന് കിട്ടും. 10 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്ര കിട്ടും, 2 എന്ന് കിട്ടും. 2നെ നമുക്ക് ഫർദർ ആയിട്ട് പോസിബിൾ അല്ല. സോ 10 പ്ലസ് 2 നമുക്ക് എത്ര കിട്ടും, 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ടൈപ്പ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ വേഗം ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 2 വേഗം ചെയ്യുക. 45 സെക്കൻഡ്സ് നിങ്ങൾക്ക് ടൈം ഉണ്ട്. വേഗം ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കി ഇവിടെ നോക്കിയപ്പോൾ എന്താണ്, 3, 6, 9, 12 എക്സെട്ര 180 അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെളിയിലെടുക്കുന്നു. അപ്പോൾ 3നെ വെളിയിലെടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുന്ന് ഒരു 3 വന്നാൽ അവിടെ 1 ആവും. ഇവിടുന്ന് ഒരു 3 വന്നാൽ ഇവിടെ 2 ആവും. ഇവിടുന്ന് ഒരു 3 വന്നാൽ അത് എന്താവും, 3 ആവും. എങ്ങനെ അത് വരുന്നത്, നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിനെ സിമ്പിളായിട്ട് നിങ്ങൾ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ അല്ലേ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 4. ഓക്കെ, അങ്ങനെ എക്സെട്ര 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 എവിടെ വരെ പോകുന്നു, 180. 180 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 60 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിനകത്ത് 60 പ്രാവശ്യം 3 ഉണ്ട്, അല്ലെങ്കിൽ 60 പ്രാവശ്യം നമുക്ക് 3നെ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 60 എന്ന് നമ്മൾ എടുക്കുന്നു. നമുക്കറിയാം ഈ പറയുന്ന 3 എന്ന് പറഞ്ഞ നമ്പറിന് 0 മേക്ക് ചെയ്യുന്നതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, അല്ലെ കോൺട്രിബ്യൂഷനേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 60 നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് എങ്ങനെയായിട്ട് മാറും, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 60 എന്നായിട്ട് മാറും. ഇപ്പം നമുക്ക് പരിചയമുള്ള സീരീസിലേക്ക് എന്തായി, ഈ മുകളിൽ തന്നേക്കുന്ന നമ്പർ കൺവേർട്ടഡ് ആയി. ഇനി നമുക്ക് എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി, വലിയ നമ്പർ എത്രയാ, 60. ആ 60നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 12. സോ നമ്മൾ 12 എന്ന് എഴുതി. ദെൻ ഈ 12 നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 5ൽ 2 പ്രാവശ്യമാണ് 10. സോ 2 വന്നു. ഇനി 2നെ നമുക്ക് ഫർദറായിട്ട് പറ്റുമോ, ഒരിക്കലും നമുക്ക് 2നെ നമുക്ക് ഫർദറായിട്ട് പറ്റത്തില്ല. സോ 12 പ്ലസ് 2 നമുക്ക് എത്ര കിട്ടും, 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു സീരീസിൽ എത്രയാണ്, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റിനകത്ത് 14 സീറോസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്തു, 3നെ വെളിയിലെടുത്തു. അപ്പോൾ എന്താവും, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 60 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 3 എന്ന് പറയുന്നത് 60 ടൈംസ് ഉണ്ട്. 0 മേക്ക് ചെയ്യുന്നതിൽ 3ക്ക് എന്തില്ല, ഒരു റോളും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 3 നമ്മളങ്ങ് ഒഴിവാക്കി. ദെൻ നമ്മുടെ നോർമൽ സീരീസിലേക്ക് സംഗതി വന്നു. അണ്ട് എന്ത് ചെയ്യുന്നു, ഈ 16നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ കിട്ടിയ ക്വസ്റ്റ്യനെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ 2 വന്നു. 2 വന്നപ്പോൾ എന്താണ്, അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത്, നമ്മുടെ പ്രോസസ്സ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 12 പ്ലസ് 2 നമുക്ക് എത്ര കിട്ടും, 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ. ഫസ്റ്റിൽ കണ്ടിന്യൂസ് ആയിരുന്നു, സെക്കൻഡിനകത്ത് എന്താണ്, ഇതുപോലെ കോമൺ വരുന്ന പരിപാടിയാണ്. ഓക്കെ, വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ബേസിക് ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യും. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ദേ വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 വേഗം ചെയ്യാം. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 6 ഇൻറ്റു 12 ഇൻറ്റു 18 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1200? വേഗം ചെയ്യുക. ദേ വരുന്നു ടൈമർ.
ഓക്കെ, നോക്കാം നമുക്ക്. നോക്കിക്കേ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് 6, 12, 18 അങ്ങനെ 1200 വരെ പോകുന്നത്. അതായത് 6ന്റെ ഒരു സീരീസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 6നെ ഇതിൽ നിന്ന് പുറത്തെടുക്കുന്നു. അപ്പോൾ 6നെ പുറത്തെടുത്താൽ നമുക്ക് എത്ര കിട്ടും? ഈ 6ന്റെ സ്ഥാനത്ത് 1 കിട്ടും, ഈ 12ന്റെ സ്ഥാനത്ത് 2 കിട്ടും. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ചുമ്മാ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഈ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അങ്ങനെ എക്സെട്രാ 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 വരെ എത്ര വരെ പോകുന്നു? 1200 വരെ പോകുന്നു. 1200 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 6 എത്ര ടൈംസ് ഉണ്ട്? 200 ടൈംസ് 6 ഉണ്ട്. അപ്പോൾ 200 ടൈംസ് 6 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഉണ്ട്. 2 കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്. പക്ഷേ 2 ഒരുപാട് കൂടുതലാണ് 5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മോർ ആണ് 5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് നമ്മൾ ഈ 6നകത്തുള്ള 2നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ 6 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുന്നു, നമ്മുടെ സീറോയുടെ അല്ലെങ്കിൽ സീറോനെ മേക്ക് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, 6⁻²00 നമുക്ക് എടുക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരീസ് എന്തായിട്ട് മാറും? 1 × 2 × 3 × എക്സെട്രാ × 200 എന്നാവും. ഇനി നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ? 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ദെൻ 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ ടോട്ടലി നമുക്ക് എത്ര കിട്ടും? 49 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതെങ്ങനെ വന്നത്? 200നെ നമ്മൾ 5 കൊണ്ട് ചെയ്തു, അപ്പോൾ നമുക്ക് 40 കിട്ടി. ആ 40 ഞാൻ ഇവിടെ എഴുതി. ഈ 40നെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ആ 8 ഞാൻ എഴുതി. 8നെ നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ ടോട്ടലി 40 + 8 + 1 നമുക്ക് എത്ര കിട്ടി? 49 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ ഒരു ടൈപ്പും സെറ്റ് അല്ലേ? പക്ക ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 4. How many zeros will be there in 13 × 26 × 39 × 39,000? സോറി, 3,900. ഇതിനകത്ത് എത്ര സീറോസ് വരും എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ദേ വരുന്നു ടൈമർ. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ ടെക്നിക്ക് പിടിയിട്ടില്ലോ, സിമ്പിൾ അല്ലേ? നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ഈ സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്തേ ഉള്ളൂ, 10 എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 13 ഇതിന് പുറത്തെടുക്കുന്നു അല്ലേ? 13 പുറത്ത്, കാര്യം 13ന്റെ ഒരു സീരീസ് ആണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ 13 പുറത്തെടുത്ത് നമുക്ക് എത്ര കിട്ടും? 1, 2, 3 അങ്ങനെ എത്ര പോകും? ഇവിടെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചോണം. ഓക്കെ, ഒരു 20 വരെയുള്ള ടേബിളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 13 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 13നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 26നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 13നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3,900നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 പുറത്ത് വരും, 1 × 2 × 3 × എക്സെട്രാ × 300. ഇവിടെ ഏതാണോ വരുന്നത് അത്രയും പ്രാവശ്യം 13 വെളി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 13⁻300. 13 എന്തെങ്കിലും റോൾ ഉണ്ടോ സീറോ മേക്ക് ചെയ്യുന്നതിൽ? ഒരു റോളും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, 13⁻300 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് എന്തായിട്ട് മാറും? 1 × 2 × 3 × എക്സെട്രാ × 300 പോകും അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു, 300നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. സോ 60 നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ ഈ 60നെ നമ്മൾ 5 കൊണ്ട് എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ? ആ 12 നമ്മൾ താഴോട്ട് എഴുതി. ദെൻ ഈ 12നെ നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും?
2 എന്ന് കിട്ടും. സോ നമ്മൾ 2 കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് 2നെ കണ്ടിന്യൂസ് ആയിട്ട് പറ്റുമോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ? ഒരു കാരണവശാലും നമുക്ക് പറ്റത്തില്ല. സോ നമുക്ക് എത്ര കിട്ടി? 60 + 12 72. അപ്പോൾ 72 + 2 74. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പാറ്റേണിൽ എത്രയാണ് ഇതിൻ്റെ എൻ പ്രോഡക്റ്റിൽ 74 സീറോസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പക്കാ ഓക്കെ? പക്കാ സിമ്പിളാണ് പരിപാടി, ഒന്നുമില്ല. ജസ്റ്റ് 5 കൊണ്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ഈ ഒരു കണ്ടിന്യൂസ് സീരീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കൊണ്ട് നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യുക. അതേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 5. ഹൗ മെനി zeros will be there in 1 × 3 × 5 × 7 × 9 × 999? വേഗം ചെയ്തേ. ഓക്കെ, ശരി, നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളൊന്ന് പെട്ട് കാണും അല്ലേ? നോക്കിയപ്പോൾ നമുക്ക് എന്താണ് ഒന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല. നോക്കിയപ്പോൾ എന്താ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് തോന്നും. കണ്ടിന്യൂസ് സീരീസ് ആണോ? അല്ല. 1 3 5 7 9 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓഡ് നമ്പേഴ്സിൻ്റെ സീരീസ് ആണ് പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടില്ലേ? പെട്ടു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമോ? ഒരു കാരണവശാലും 0 കിട്ടത്തില്ല. ഒരു ഈവൻ നമ്പർ എങ്കിലും വേണം, എന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് 0 കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഈവൻ നമ്പർ എവിടെയെങ്കിലും വരുന്നുണ്ട്. 2ൻ്റെ ഒരു 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 പ്രസൻസ് എങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2ൻ്റെ ഒരു പ്രസൻസ് എവിടെയും വരത്തില്ല. അപ്പോൾ 2 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് 5കൾ ഇഷ്ടം പോലെ കാണുമായിരിക്കും. പക്ഷേ 2 എന്ന് പറഞ്ഞൊരു നമ്പർ ഈ ഒരു സീരീസിൽ എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 0 സീറോസ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റിനകത്ത് ഒരു 0 പോലും കാണില്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 5 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? ഈ ഒരു ടൈപ്പും തീർന്നു. ടൈപ്പ് 2 നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ആണ് അല്ലേ? ടൈപ്പ് 2ലേക്ക് വന്നപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് സീരീസ് ആണ്. പക്ഷെ എന്താണ്? അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് എന്തുണ്ട്? 1 അല്ല ഗ്യാപ്പ്. മറ്റേനകത്ത് ടൈപ്പ് 1നകത്ത് രണ്ട് കണ്ടിന്യൂസ് സീരീസിനകത്ത് ഇടയ്ക്ക് 2 നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും 1 ആയിരുന്നു. ടൈപ്പ് 2ലേക്ക് വന്നപ്പോൾ എന്തായി? ഗ്യാപ്പ് 1 അല്ല, പകരം ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഗ്യാപ്പ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വെളിയിലെടുക്കുന്നു. അത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ സീരീസിനെ നമുക്ക് അറിയാവുന്ന നോർമൽ സീരീസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് സീറോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം നിങ്ങൾക്ക് കട്ടയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് 3 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് 3യിലേക്ക് പോവാം. അപ്പോൾ ടൈപ്പ് 3യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കി, എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി സീറോസ്? ഓക്കെ, ഇവിടെ എല്ലായിടത്തും സീറോസ് മിസ്സിംഗ് ആണ്. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 10 × 20 × 30 × എത്രയാണ്? 1000. ഓക്കെ, 10 × 1 സെക്കൻഡ്, ചാർജർ ഒന്ന് കുത്തിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 10 × 20 × 30 × എത്രയാണ്? 1000. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. എന്ത് ചെയ്യുക? നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. നോക്കിക്കേ, നമുക്കിത് മനസ്സിലായ കാര്യം എന്താ? 10 ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 നമ്മൾ വെളിയിലെടുക്കുന്നു. 10 വെളിയിലെടുത്ത് എന്താവും? 1 × 2 × 3 × എക്സെട്ര × എത്ര വരും? 100 എന്ന് വരും അല്ലേ? 100 എന്ന് വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എത്ര 10 ഉണ്ട്? 10 100 ടൈംസ് ഉണ്ട്
അല്ലേ? നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വന്ന പവേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലേ? പവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. കാര്യം എന്താണ്? പവേഴ്സ് കൺസിഡർ ചെയ്യാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുന്നില്ല. പക്ഷെ ടെന്നിൻ്റെ കേസ് അങ്ങനെയല്ല. ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം 10⁻1 ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര സീറോ കാണും? ഒരു സീറോ കാണും അല്ലേ? ദെൻ 10⁻2 ആണെങ്കിൽ എത്ര സീറോ കാണും? 2 സീറോ കാണും. അപ്പോൾ ഉറപ്പായിട്ടും 10⁻100 എത്ര സീറോ കാണും? 100 സീറോസ് കാണും. അപ്പോൾ നമ്മൾ 100 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി ഈ സീരീസിനകത്ത് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. എത്ര സീറോസ് ഉണ്ട്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 100 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി 100 സീറോസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കുക. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? 100 ഡിവൈഡഡ് ബൈ 5. നമുക്ക് എത്ര കിട്ടി? എത്ര കിട്ടും? 20 എന്ന് കിട്ടും. സോ 100 ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ 20. ഈ 20നെ നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ദെൻ 4നെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് 5 കൊണ്ട്? ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു സീരീസിൽ 24 ആണുള്ളത്. ദെൻ ഈ പറയുന്ന 10⁻100-നകത്ത് 100 സീറോസും ദെൻ ഇവിടുത്തെ 20 + 4 24 സീറോസ് ഇടാകുമ്പോൾ എത്ര ആവും? 124 സീറോസ് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് നമുക്ക് 10 ഇൻറ്റു 20 ഇൻറ്റു 30 ഇൻറ്റു 1000 എന്ന് പറയുന്ന ഈ ഒരു സീരീസിൻ്റെ എൻ പ്രോഡക്റ്റിൽ എത്ര സീറോസ് വരും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് 10ൻ്റെ ഒരു സീരീസാണ് പോണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10നെ നമ്മൾ വെളിയിലെടുത്തു. 10നെ വെളിയിലെടുത്തപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 100 എന്ന് കിട്ടും. അതിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 ടെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെളിയിലെടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ സീരീസ് കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പവേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 10 എന്ന് പറയുന്ന നമ്പർ എന്താണ്? സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലേ? അപ്പോൾ 10 100 ടൈംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ 100 സീറോസ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10⁻100 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ത് ചെയ്യുന്നു? 100 സീറോസ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ബാക്കി ഈ സീരീസ് എന്ത് ചെയ്യുന്നു? എത്ര സീറോസ് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്തയായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫസ്റ്റ് ടൈപ്പ് 1-ൽ പഠിച്ച സീരീസിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്യപ്പെട്ടു. ദെൻ അവിടെ അപ്ലൈ ചെയ്ത ടെക്നിക്ക് എന്ത് ചെയ്തു? നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? 100നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 എന്ന് കിട്ടി. ദെൻ എഗെയിൻ ഈ 20നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. സോ ടോട്ടലി ഇവിടുത്തെ 100 ഉണ്ട്, ദെൻ ഇവിടുത്തെ 20 ഉണ്ട്, ഇവിടുത്തെ 4 ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 124 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പക്ക ഓക്കെ? സിമ്പിൾ അല്ലേ പരിപാടി? സിമ്പിൾ അല്ലേ പരിപാടി? കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റി കാണും. കാര്യം ചിലപ്പോൾ അവർ ഈ 10⁻100നെ ഒഴിവായി കാണും. കാര്യം നേരത്തെ നമ്മൾ ഒഴിവാക്കിയല്ലോ. അപ്പം സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഘടകം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കില്ല. നേരത്തെ നമ്മൾ 2 ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? കാര്യം 2ൻ്റെ എണ്ണം കൂടുതലാണ് 5ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാര്യം 2ഉം 5ഉം കൂടെ വന്നാൽ മാത്രമേ എന്താ വരത്തുള്ളൂ? 0 എന്ന് പറഞ്ഞ നമ്പർ വരത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? പക്ക ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യത്തില്ലേ? കോൺഫിഡൻ്റ് ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 10 ഇൻറ്റു 20 ഇൻറ്റു 30 ഇൻറ്റു 1500? വേഗം ചെയ്തേ. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 10 ഇൻറ്റു 20 ഇൻറ്റു 30 ഇൻറ്റു 1500? ഓക്കെ, നോക്കാം. നമുക്ക് നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യുന്നു? 10നെ നമ്മൾ പുറത്തെടുക്കുന്നു അല്ലേ? 10നെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 150 എന്ന് കിട്ടും അല്ലേ? അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? 10 അവിടെ എത്രയുണ്ട്? 150 ടൈംസ് 10 ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 10⁻150 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 150 ടൈംസ് 10 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റിൽ ഉറപ്പായിട്ട് എന്ത് കാണും? 150 സീറോസ് കാണും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി.
ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സീരീസിൽ എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ദൗത്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 × 2 × 3 × 150 ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. അതെന്താണ്, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എങ്ങനെ ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 150നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 30. അപ്പോൾ 30 എഴുതി. ദെൻ ഓൾറെഡി ഇവിടെ 150 ഇവിടുന്നുണ്ട്. ദെൻ ഈ 30നെ നമ്മൾ അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും അല്ലേ. സോ ടോട്ടലി നമുക്ക് എത്ര കിട്ടി, 150 + 30 + 6 നമുക്ക് എത്ര കിട്ടും, 186 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 186 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാര്യം 150 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ 10⁻150 എന്ന് കോൺട്രിബ്യൂഷൻ വരും. ദെൻ 36 എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള സീരീസിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ടോട്ടലി നമുക്ക് 186 നമുക്ക് കിട്ടും. ഓക്കെ, 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ മൂന്നാമത്തെ പ്രോബ്ലത്തോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ 2 പ്രോബ്ലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. കാര്യം നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ് ബേസിക്കലി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു വലിയ ടോപ്പിക്, അതിനകത്താണ് HCF LCM എല്ലാം വരുന്നത്. ഓക്കെ, നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഹ്യൂജ് ടോപ്പിക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കഷ്ണങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും എന്ത് ചെയ്യും, വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ വെച്ചായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്തവരും അറിയാവുന്നവരൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ബേസിക്സ് സ്ട്രോങ് ആക്കി വെക്കുക. കാര്യം ഈ നമ്പർ ഓഫ് സീറോസിൻ്റെ ബേസിക് എന്താണ്, 10 എന്ന് പറഞ്ഞ നമ്പറാണ് എന്ത് ചെയ്യുന്നത്, സീറോസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 മാത്രമല്ല 5ഉം 2ഉം കോൺട്രിബ്യൂട്ട് ചെയ്യും. കാര്യം എന്താണ്, 5ൻ്റെയും 2ൻ്റെയും പ്രോഡക്റ്റ് 10 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സീരീസിലെല്ലാം എത്ര 10ൻ്റെ പെയേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ക്ലിയർ ആണ് വിചാരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ എന്ത് ചെയ്തു, 10നെ വെളിയിലെടുക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായി 10 എന്താണ് 150 ടൈംസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, 1 × 2 × 3 × എക്സെട്ര × 150 എന്ന് കിട്ടി. അപ്പോൾ 10 150 ടൈംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ 150 സീറോസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ആൻഡ് എന്ത് ചെയ്യുന്നു, ബാക്കി ഈ സീരീസിൽ എത്ര സീറോസ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് 1 ചെയ്ത അതേ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ 150നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 30 കിട്ടി. ദെൻ 30നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 6 കിട്ടി. അങ്ങനെ ടോട്ടലി 150 + 30 + 6 നമുക്ക് എത്ര കിട്ടി, 186 സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾ പടാന്ന് ചെയ്തേ. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 10 × 20 × 30 × 10,000? വേഗം ചെയ്തേ. ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ ഇൻ 10 × 20 × 30 × എക്സെട്ര × 10,000? ഓക്കെ, നോക്കാം. നമുക്ക് നോക്കിക്കേ, എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമ്മുടെ സെയിം പാറ്റേൺ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് 10നെ നമ്മൾ പുറത്തെടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 × 2 × 3 × എക്സെട്ര × എത്ര കിട്ടും, നമുക്ക് എത്ര കിട്ടി, 1000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 10 എത്ര പ്രാവശ്യം ഉണ്ട്, 1000 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി എന്താണ്, 1000 സീറോസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ബാക്കി ഈ സീരീസിൽ എത്ര സീറോസ് ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1000നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 200 എന്ന് കിട്ടും. ഞാൻ ഷോർട്ട് ആക്കുവാണ്. 1000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 200. 200നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40. 40നെ നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. 8നെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 200 + 40 240. 240 + 8 248. 248 + 1 249. സോ 249. സോ നമുക്ക് എത്ര കിട്ടും, 1249 എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ 10നെ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 × 20 × 10 പുറത്തെടുക്കുമ്പോൾ 1 × 2 × 3 × എക്സെട്ര × 1000 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്, 10നെ നമുക്ക് 1000 ടൈംസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 10,000 ടൈംസ് ആകുമ്പോഴത്തേനും അതിനകത്ത് എത്ര സീറോസ് കാണും, 1000 സീറോസ് ഉണ്ട്. കാര്യം 10 ഒരു പ്രാവശ്യം ഉള്ളെങ്കിൽ 1 സീറോ, 2 പ്രാവശ്യം ഉള്ളെങ്കിൽ 2 സീറോ, 10 പ്രാവശ്യം ഉണ്ടെങ്കിൽ 10 സീറോ, 1000 പ്രാവശ്യം ഉണ്ടെങ്കിൽ 1000 സീറോ.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 1000 സീറോസ് ഉറപ്പായിട്ടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ളതിൽ എത്ര സീറോസ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വലിയ നമ്പർ എടുക്കുന്നു, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. ദെൻ 200 നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40നെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 8നെ നമ്മൾ എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ ബാക്കിയുള്ള സീരീസ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 249 സീറോസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ 1000 സീറോസ് പ്ലസ് 249 സീറോസ്, അങ്ങനെ എത്ര ആയിരിക്കും? 1249 സീറോസ് ആയിരിക്കും ഈ ഒരു സീരീസിൽ എന്തായിട്ട് വരുന്നത്? പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ സിമ്പിൾ ആയില്ലേ? ഇതൊക്കെ വളരെ ബേസിക് ക്വസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം എന്ത് ചെയ്യും? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കട്ടയ്ക്ക് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതുകൂടെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സെറ്റ് ആവും. ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലേ? Question number 4. Question number 4 എന്താ? How many zeros will be there in 1000 into 2000 into etc. into എത്രയാണ്? 50,000. വേഗം ചെയ്തേ. ശരി, നമുക്ക് നോക്കാം. ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. നമ്മൾ നോക്കിക്കേ, ഇവിടെ 1000ന്റെ സീരീസ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 1000നെ വെളിയിലെടുത്താലോ? പ്രശ്നമുണ്ടോ? 1000 വെളിയിലെടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. 1000 ഞാൻ ഈ വെളിയിലെടുത്തു. 1000 ഉള്ളിലെടുത്ത് എത്ര കിട്ടും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എത്ര കിട്ടും? നമുക്ക് 50 എന്ന് കിട്ടും അല്ലേ? 1000 എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³ അല്ലേ? 1000 എത്ര പ്രാവശ്യം ഉണ്ട്? 50 ടൈംസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കാര്യം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 50 ആകുമ്പോൾ 1000 50 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1000 നമുക്ക് 10⁻³ എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? എക്സ്ട്രാ ഒരു 50 കൂടെ മേൽ വരും അല്ലേ? ⁻50 ആവും. കാര്യം 1000 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10³ എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം a⁻m⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻mn ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 1000ന്റെ 10⁻³ 1000ന്റെ മുകളിൽ എന്തുണ്ട്? ഒരു 50 ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു 50 വരുമ്പോൾ എന്താവും? അത് 10⁻ എന്തായിട്ട് മാറും? 150 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ നമുക്ക് അതിൽ എന്ത് മനസ്സിലായി? ഇതിനകത്ത് 150 സീറോസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി ഈ സീരീസിൽ എത്രയാണ് ഉള്ളത്? അത് നമ്മൾ നോക്കുന്നു. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 50 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 50 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ 10 + 2 നമുക്ക് എത്ര കിട്ടും? 12. സോ നമുക്ക് എത്ര കിട്ടി? 162 സീറോസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, കത്തിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. നേരത്തെ നമ്മൾ 10 വെളിയിലെടുത്തു അല്ലേ? 10 വെളിയിലെടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പകരം ഞാൻ എന്ത് ചെയ്തു? 1000 ഞാനിപ്പം 10 എടുത്താൽ എന്ത് കുഴപ്പം? എന്താ? 100 ഇൻറ്റു 200 ഇൻറ്റു 300 ഇൻറ്റു അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന 1000 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ എന്താവും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 50 നമുക്ക് പോകും. ഇനി നമുക്കറിയാം 1000 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അപ്പോൾ 10⁻³ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 10⁻150 എന്ന് കിട്ടും. സോ 150 സീറോസ് ഉണ്ട് നമുക്ക് ഓൾറെഡി മനസ്സിലായി. ദെൻ ബാക്കി ഇതിനകത്ത് എത്ര സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി വന്ന ടൈപ്പ് 1ലേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 15നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ദെൻ 10നെ നമ്മൾ അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. സോ ടോട്ടലി 150 + 12 നമുക്ക് എത്ര കിട്ടും? 162 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഈ ഒരു സീരീസിൽ എത്രയാണ്? 162 സീറോസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പക്ക ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്പർ ഓഫ് സീറോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? പക്ക ഓക്കെ ആണോ? പക്ക ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമുക്ക് ഇത്രയും ബേസിക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യം ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിനും ഡിസ്കസ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാ എക്സാംസിനും ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.